ഹലോ അച്ഛാ, ഞാൻ കളിച്ചോണ്ടിരിക്ക, പിന്നെ വിളിക്ക. എന്തുട്ടത്? എടാ സബാനെ, ഇങ്ങനെയൊക്കെ അടിച്ചാൽ നിന്റെ കൂമ്പ് പാടിപ്പോ. എടാ രാജീവേ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടാ. എപ്പോഴും കള്ളു കുടിക്കായിരുന്നു കഴിഞ്ഞാലും നീക്ക് രണ്ടുപേർക്കും എന്നെ ഫോൺ നോക്ക്. ആരത്? അല്ലേ, ഇത് ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ഈ ചോപ്പ് കണ്ട, ഇതിങ്ങനെ മുകളിലായിട്ട് അത്രേ ഉള്ളു പരിപാടി. സംഭവം തീർന്നു. ഓ, ഇത് എപ്പോ വിളിച്ചാലും സമയത്ത് കിട്ടത്തില്ലല്ലോ. അല്ലയാ, 9 വർഷം വെയിറ്റ് ചെയ്ത് ഞാൻ. 9 വർഷം കല്യാണം. അവൻ തുടങ്ങി അവന്റെ കരച്ചില്. കൊച്ച് അവൻ കോട്ടീസും ഉണ്ടാവും. ആർക്കും വേണ്ട. നമുക്കറിയാം അതിന്റെ ബർത്ത്ഡേ ആണ് മറ്റൊരാള്. നീ ഇപ്പൊ ചോദിച്ചില്ലേ ഞാൻ ഫോൺ എടുക്കാത്തെന്ത് കച്ചവടം കൂടി നടക്കണം. അത് നടക്കും. എന്റെ കൊച്ചിനെയും കൊണ്ട് ഞാനൊരു പോക്കുണ്ട്. നീ കുറിച്ചു വെച്ചോ. നാളെ ആരടാ? സെബാനാരടാ? നാളെ എൻ്റെ ദിവസമാണ് നാളെ. സെബാനെ, നമ്മൾ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. ഇനി പിന്നെ രാത്രിയിൽ നീ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ നിൽക്കണ്ട. നീ എൻ്റെ വീട്ടിൽ കിടക്ക്. നാളെ പോയാൽ മതി. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ നിൽക്കണ്ട. ശരി അളിയാ, രാവിലെ എനിക്ക് ശരി. നീ വരണല്ലേ ഇരിക്കുകയാണ്? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ വരാം. സെബാനെ, നീ പ്രിൻസി ഒന്ന് വിളിച്ചിട്ട് പറ എവിടുന്ന് ഇറങ്ങുമെന്ന് പറ. ഋത്തിക്ക് ലഡു. സാർ ലഡു. എന്താ കാര്യം? എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയ സാർ. പോസ്റ്റിംഗ് ഓർഡർ വന്നു. ഫസ്റ്റ് പോസ്റ്റിംഗ് ഹൈദരാബാദ്. താങ്ക് യു സാർ. എന്നായി ജോലി കിട്ടിയത്? ഞാൻ അറിഞ്ഞില്ലല്ലോ സാർ. ജനുവരിയിലായിരുന്നു എക്സാം. എനിക്ക് റിസൾട്ട് വന്നു ജസ്റ്റ് 2 days ആയിട്ടേ ഉള്ളൂ. അപ്പൊ സാറിനെ തന്നെ ഫസ്റ്റ് വന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒരു കാര്യം കേട്ടാ. അതെന്താ സാർ? ഗവൺമെന്റിന്റെ സമയത്ത് ശമ്പളമൊന്നുമില്ല, നമ്മുടെ ഇവിടെ സമയത്ത് ശമ്പളം ഉണ്ട്. അല്ല സാർ, അങ്ങനെ നോക്കിയിട്ട് കാര്യമല്ലോ. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ ലൈഫില്? ഓ, ഇയാളെ കൊണ്ട് തോറ്റു. വേറെ പണിയൊന്നുമില്ലേ? പിന്നെ സാർ പറയൂ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? മക്കളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? എന്തായി സാർ, മോളുടെ പഠിപ്പ് സി അല്ലേ? എന്താ ഇപ്പൊ ഏത് ഗ്രൂപ്പാ? എന്നാ എക്സാം വരണേ? വരുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്താ സാർ? ഇവന്മാരൊന്നും കേൾക്കണ്ട, ഇവളുമാരും. സാർ പറയൂ. ശമ്പളം ഞാൻ കൂട്ടിത്തരാം. ഇവിടെ ഒന്നും അല്ല സാർ, ഞാൻ നോക്കട്ടെ. ഗവൺമെന്റ് ജോലിയല്ലേ, സെക്യൂർഡ് അല്ലേ? ഞാൻ കൊല്ലൂട്ടോ ഇതിന്. സാർ തിരക്കിലാണോ? എടുത്തോളൂ. അല്ലല്ല, കുഴപ്പമില്ല. അതൊരു കോളാ. ഞാൻ വീട്ടിൽ ചെയ്യാം, കുഴപ്പമില്ല. വേണ്ട, അതൊരു ഫ്രണ്ടാ. ഒരു പണിയില്ലാണ്ട്. പിന്നെ കീപ് ഇൻ ടച്ച് ഓൾവേസ്. അത് പിന്നെ പറയാനുണ്ടോ സാർ? എനിക്ക് എല്ലാവരും കാണാൻ വരണ്ടേ ഒരു ദിവസം? എന്നെ കാണണ്ടേ? പിന്നെ അതല്ലേ പ്രത്യേകത. അതിലെപ്പോഴും തുറന്നിടക്കൂട്ടാ. വേറെ ഒന്നുമില്ലല്ലോ സാർ. അപ്പൊ എന്തായാലും എല്ലാവരോടും അന്വേഷണം പറയും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. എടാ രാജീവേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്ക്.
ഇപ്പം ശരി. എടാ മെട്രോ കമ്പനിയുടെ വർക്കിൻ്റെ കാര്യം എന്തായി? അത് കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു സാർ, ഫയൽ അയക്കാണ്ട് അവർ. നിന്നോട് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? അത് ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ് ടു യു. സോറി സാർ. അവളെ കണ്ടു പഠിക്കേ. ഒരു ചെറിയ വർക്ക് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചെയ്യും. അല്ലേ മോളെ? സുഖല്ലേ? സുഖം സാർ. ആ രാജീവ് പറയേ. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. എടാ എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നിന്നെ പോലെ 100 കൂട്ടം കാര്യം. ഞാൻ ഇവിടെ താഴെ ഞാൻ പെട്ടെന്ന് മേളിലേക്ക് കയറി. ഒന്ന് പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. പെട്ടെന്ന് വാടാ, താഴേക്ക് വാ. ആ ഓക്കെ. ഒന്ന് വേഗം വാടാ. ഓക്കെ സാർ. നിക്ക് പെട്ടെന്ന് വാടാ. ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം. നിനക്കിത് എന്തിന്റെ കേടാ? പുള്ളി പാതിയിട്ടൊന്നല്ലോ. എടാ ഇന്നും കൂടി സഹിച്ചാൽ മതിയല്ലോ ആളെ. അത് നിനക്ക്. പോടാ. അപ്പോൾ എല്ലാവർക്കും ഇത് എൻ്റെ വകയാണ് ട്രീറ്റ്. നമുക്ക് പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കാം. ഓക്കെ ഓക്കെ. ഓരോരുത്തന്മാരൊക്കെ വെറുതെ വിളിച്ചോണ്ടിരിക്കും. വേറെ പണിയില്ലേ ഉമാർക്ക്? വാ. ഡാ അവിടെ വന്നേ. പറയാം. നീ അങ്ങോട്ട് വാ. മാറി പറയാം. എടാ സബാന്റെ ഭാര്യ എന്നെ 3 പ്രാവശ്യം ഫോൺ വിളിച്ചു. അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. പറഞ്ഞത് വെച്ചിട്ട് അവൻ തിരിച്ചെത്തുന്ന സമയം അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ വാ. പ്രിൻസി വിളിച്ചാൽ എടുക്കാത്ത സ്വാഭാവികം. ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കേണ്ടതല്ലേ. അവൻ ഒരു 10-17 കോളായി ഞാൻ അവനെ വിളിക്കുന്നു. ഒരു റിപ്ലൈ. നീ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാണ്ട് ഇവൻ അവിടെ പോയി കിടക്കുക. അറിയില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ബാറിൽ പോയി നോക്കേണ്ടി വരുമോ? നോക്കണം. എവിടെ പോയെന്ന് ഒരു പിടുത്തവും കിട്ടണല്ലോ. എന്നെ വിളിച്ചിരുന്നു. ഒരു 2-3 തവണ വിളിച്ചു. ഞാൻ എടുത്തില്ല. പക്ഷെ എന്തോ അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലേ അവൻ ഫോൺ എടുക്കേണ്ടതായിരുന്നു. നീ വിളിക്ക്. ഞാൻ കുറെ വിളിച്ചതാണ്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. നീ എവിടെയാണോ സബാനെ? സബാനല്ല. നിങ്ങളാരത്? ഞാൻ ഫ്രണ്ടാണ്. എല്ലാട്ടാ ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്തു പറ്റി? അവൻ വീണ്ടും വിളിക്കുന്നുണ്ടല്ലോടാ. ആ ചേട്ടാ എവിടെ എത്തി നിങ്ങള്? ഞങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലെത്തി. ഓ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ വണ്ടി ഒന്ന് സൈഡിലേക്ക് വെക്കരുത്. അതേ വരുന്നു. ശരി. അവനാണെന്ന് തോന്നുന്നു. ആ ചേട്ടാ ഇവിടെ ചേട്ടാ നിങ്ങളാണ് ഇതിൽ വിളിക്കുന്നത്? രാജി എന്ന് പറഞ്ഞാൽ ഞാനാണ് വിളിച്ചത്. ഇത് സബാന്റെ ഫോണാണല്ലോ. ഇതിപ്പോ ആളുടെ ഫോണാണ്. ആക്സിഡന്റ് ആയിട്ട് ഇവിടെ. എന്ത് പറ്റിയിടാ മോനെ? എന്റെ സബാൻ എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയുടെ ആക്സിഡന്റാ. ഐസിയുലാണ്. നിങ്ങൾ ബന്ധുക്കളാരെ ചെന്നാലും തിരിച്ചു ഒന്നുമില്ലടാ. നീ വാ. ഒരു 20 മിനിറ്റോളം ആക്സിഡന്റ് ആയിട്ട് ആളവിടെ കടന്നു. ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിച്ചായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാന്നാ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു. ഇതേ അവിടെ ആംബുലൻസ് ഉള്ളത്. ഇതെവിടെയാ സബാനെ? എത്ര പ്രാവശ്യമായി വിളിക്കണു? നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ആ രാജീവേട്ടിൽ വരെ വിളിച്ചു. മോൾക്ക് ഇങ്ങനെ ഒരു ആശ കൊടുത്തിട്ട് ഇങ്ങനെയാണോ ചെയ്യണേ? അവള് പുതിയ ഡ്രസ്സിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ് സബാനെ. നാളെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് പെട്ടെന്ന് വാ.
സെവാനാരടാ നാളെ എൻ്റെ ദിവസമാണ് എൻ്റെ ദിവസം.